നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റലായി. ഇനി മുതൽ ഫാസ്ടാഗോ UPIയോ ഉപയോഗിക്കാം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വീണ്ടും മഞ്ഞ അലർട്ട്. 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. സംഭവം കേച്ചേരി തലക്കൂട്ടുകരയിൽ. പോളിംഗ് ശതമാന വർധനയിൽ കണ്ടുനട്ട് മുന്നണികൾ. പോളിംഗ് വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. തിരഞ്ഞെടുപ്പ് ഫലത്തിനായി മെയ് 4 വരെ കാത്തിരിപ്പ്. KCCP ഗ്രാമീണ വായനശാല ബാലവേദി അവധിക്കാല ക്യാമ്പിൽ പ്രസംഗ പരിശീലനം നടത്തി. വാർത്തകൾ വിശദമായി. പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റലായി. ഫാസ്ടാഗ് മുഖേന അല്ലെങ്കിൽ UPI ഇടപാടുകളിലൂടെ മാത്രമായിരിക്കും ഇനി മുതൽ ടോൾ അടയ്ക്കാൻ സാധിക്കുക. പാലേക്കര ഉൾപ്പെടെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഇനി മുതൽ പണമായി ടോൾ സ്വീകരിക്കില്ല. വെള്ളിയാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വന്നു. ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എല്ലാ വാഹനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലെങ്കിലും പ്രവർത്തനക്ഷമമല്ലെങ്കിലും യാത്രക്കാർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ടോൾ തുകയുടെ 0.25% തുക അധികമായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, കാർ യാത്രയ്ക്ക് ഫാസ്ടാഗ് വഴി ഒരു വർഷത്തേക്ക് നിലവിൽ 90 രൂപയാണ് ടോൾ ഫീസ്. ഇത് UPI സംവിധാനം വഴിയാണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ 112 രൂപ 50 പൈസ അടയ്ക്കേണ്ടി വരും. ടോൾ പ്ലാസകളിൽ പണം നൽകാനായി വാഹനങ്ങൾ കാത്തുനിൽക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് ആക്കുന്നതോടെ വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നുപോകാൻ സാധിക്കും. ചില്ലറ പൈസയെ ചൊല്ലിയും മറ്റും ടോൾ ബൂത്തുകളിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ള ID കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനത്തിന് നേടിയിരുന്ന ടോൾ ഇളവുകൾ ഇനി മുതൽ നൽകില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ടോൾ ഇളവിന് യോഗ്യതയുണ്ടാകൂ. ടോൾ ഇളവുകളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനാണ് ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിർദ്ദേശം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വീണ്ടും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39°C വരെയും കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ താപനില 36°C വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനങ്ങളിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കേച്ചേരി തലക്കോട്ടുകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപ്പുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചാണ് മരണം. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ 77.11% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലെ 2839 പോളിംഗ് സ്റ്റേഷനുകളിലായി 19,53,064 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്.
9,08,914 പുരുഷ വോട്ടർമാർ, 10,44,141 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിലാകെ 25,32,715 വോട്ടർമാരാണുള്ളത്. പുതുക്കാട് മണ്ഡലത്തിൽ പോൾ ചെയ്ത 1,51,935 വോട്ടർമാരിൽ 72,935 പേർ പുരുഷന്മാരും 79,000 പേർ സ്ത്രീകളുമാണ്. 78.98% പോളിംഗ് നിരക്ക്. ചാലക്കുടി മണ്ഡലത്തിൽ പോൾ ചെയ്ത 1,35,392 വോട്ടർമാരിൽ 65,160 പുരുഷന്മാരും 70,232 സ്ത്രീകളും ഉൾപ്പെടും. 75.55% പോളിംഗ്. ഒല്ലൂർ മണ്ഡലത്തിൽ പോൾ ചെയ്ത 1,49,964 വോട്ടർമാരിൽ 72,687 പുരുഷന്മാരും 77,276 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടും. 79.60% പോളിംഗ്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പോൾ ചെയ്ത 1,49,581 വോട്ടർമാരിൽ 69,199 പുരുഷന്മാരും 80,380 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടും. 76.87% പോളിംഗ് നിരക്ക്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചിട്ടും രാഷ്ട്രീയ ആവേശച്ചൂട് കുറഞ്ഞിട്ടില്ല. പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തവണ കണ്ടത് കടുത്ത ത്രികോണ പോരാട്ടം. 78.98% എന്ന ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ വോട്ടർമാരുടെ ശക്തമായ പങ്കാളിത്തം വ്യക്തമാക്കുന്നു. ഉയർന്ന പോളിംഗ് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് മണ്ഡലം ഉറ്റുനോക്കുന്നത്. ഇത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് 3 മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയായ KK രാമചന്ദ്രൻ ഭരണ തുടർച്ച ലക്ഷ്യമിടുമ്പോൾ UDFന്റെ KM ബാബുരാജും NDA സ്ഥാനാർത്ഥി A നാഗേഷും മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ്. 3 മുന്നണികളും തുല്യമായി പോരാടിയ ഈ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് ആർക്കൊപ്പമാണെന്ന ഉത്തരത്തിനായി ഇനി കണ്ണുകൾ മെയ് 4 ഫലപ്രഖ്യാപനത്തിലേക്ക് കാത്തിരിക്കുകയാണ്. KCCP ഗ്രാമീണ വായനശാല ബാലവേദി അവധിക്കാല ക്യാമ്പ് വേനൽത്തുമ്പി 2026 തുടരുന്നു. 4ാം ദിനത്തിൽ നടന്ന പ്രസംഗ പരിശീലന ക്യാമ്പിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M പ്രവീൺകുമാർ നേതൃത്വം നൽകി. സാഹിത്യകാരൻ ദാസൻ ചാണാശ്ശേരി മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, ബാലവേദി കോർഡിനേറ്റർ രവി, വായനശാല വൈസ് പ്രസിഡന്റ് ജോഷി PB, ലൈബ്രറിയൻ രാധാ വിജയൻ, ലിറ്റി ഷോബി, ഹിമ എന്നിവർ പ്രസംഗിച്ചു. മൂന്ന് യാത്രക്കാർ. മാഷ് പറയുന്നത് ഒന്നാമത്തെ യാത്രക്കാരനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ യാത്രക്കാരൻ ഇതുപോലെ ചുട്ടുപൊള്ളുന്ന വെയിലുള്ള നല്ല ചൂടുള്ള ഈ സമയം വികാരങ്ങളിലേക്ക് മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കാൻ. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. മത്തത്തൂർ പഞ്ചായത്തിലെ കാവനാട് വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം ചേർന്നു. കാവനാട് ഗ്രാമമന്ദിരത്തിൽ ചേർന്ന യോഗം പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോകില അധ്യക്ഷയായി. ആശാപ്രവർത്തകരായ ബേബി കൃഷ്ണൻ, രാധാമണി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കൊതുക് നശീകരണം, ജലനിർഗമന പ്രവർത്തനങ്ങൾ, ഡ്രൈഡേ ആചരണം, ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വാർഡിൽ കാര്യക്ഷമമായി നടത്താൻ തീരുമാനിച്ചു. KS അപ്പുക്കുട്ടൻ, സുബ്രഹ്മണ്യൻ പണ്ടാരപ്പറമ്പിൽ, MK ബാബു, രുക്മണി സദാനന്ദൻ, വാസു പൂക്കോടൻ, ആന്റണി മൽപ്പാൻ, മുംതാസ് ML, ഷാഹുൽ ഹമീദ്, SP രേവതി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപം വെച്ച് മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡിയായ വേളൂക്കര വില്ലേജ് ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷാണ് പിടിയിലായത്. കോലോത്തുംപടി കളത്തേരി വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപം വെച്ച് പ്രതിയായ സലോഷ് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുരേഷിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. സലോഷ് 2024 കാപ്പ നിയമപ്രകാരം 6 മാസവും 2025 കാപ്പ നിയമപ്രകാരം 6 മാസം നാടുകടത്തിയ പ്രതിയും 2026 കാപ്പ പ്രകാരം ജയിലിലടയ്ക്കാനുള്ള നടപടി നടന്നുവരുന്നതും ഇരിങ്ങാലക്കുട, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും കഞ്ചാവ് ഉപയോഗിച്ച 1 കേസും അടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തെക്കൻ
കിഴക്കൻ ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സ്വാദിഷ്ടമായ ചെറിയ പുളിരസമുള്ള ഒരു പഴമാണ് കിവി. എന്നാൽ കിവിയോട് പൊതുവെ ആളുകൾക്ക് താല്പര്യം കുറവാണ്. പലർക്കും ഒരു സാധാരണ പഴമായി തോന്നാമെങ്കിലും കിവിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. കിവിയിലെ ഫൈബർ, പൊട്ടാസ്യം, വിറ്റാമിൻ സി, പോളിഫെനോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ആരോഗ്യകരമായ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാരോഗ്യത്തിന് ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. കിവിയിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മലബന്ധം തടയുന്നതിലൂടെ ദഹന ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കിവിയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കിവിയിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നു. കിവിയിലെ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, പോളിഫെനോൾസ് എന്നിവയുൾപ്പെടെ വിവിധ ആന്റി ഓക്സിഡന്റുകൾ സന്ധിവാതം, ആസ്മ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. കിവിയിൽ ല്യൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ, തിമിരം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും കിവി പഴം സഹായകമാണ്. എല്ലുകളുടെ രൂപീകരണം മെച്ചപ്പെടുത്തുന്ന ഫോളേറ്റിന്റെ ഉറവിടമാണ് കിവി. ഇവയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം, വിറ്റാമിൻ ഇ, ഫോളേറ്റ് എന്നിവയെല്ലാം അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. കിവിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, ഇ എന്നിവ മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ കിവിയിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തചംക്രമണത്തെ സഹായിക്കുകയും അതുവഴി മുടിയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ കിവി പഴം മുടിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ വില്ലടത്ത് പ്രവർത്തിച്ചുവരുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഏപ്രിൽ മാസം പകുതിയിൽ ആരംഭിക്കുന്ന 14 ദിവസത്തെ സൗജന്യ ആഭരണ നിർമ്മാണവും സാരി ഡ്രാപ്പിംഗും എന്ന കോഴ്സിലേക്ക് 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 944 7196 324 048726944412 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലേക്ക് ട്രെയിനി തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ശനിയാഴ്ച നടക്കും. അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന്റെ തൃശൂർ പേരാമ്പ്ര പ്ലാൻ സെന്ററിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഇന്റർവ്യൂ. 10ാം ക്ലാസ്, 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ITI ഷോർട്ട് ടൈം ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും പങ്കെടുക്കാം. കുറഞ്ഞത് 166 സെന്റിമീറ്റർ ഉയരവും 55 കിലോ ഭാരവും ഉണ്ടായിരിക്കണം. 18നും 28നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പങ്കെടുക്കാൻ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 944761 9091 9790716448 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. പറപ്പൂക്കര രാപ്പാൾ കണ്ണമ്പുഴ വെണ്ണാട്ടുപറമ്പിൽ പരേതനായ കുഞ്ഞുവറിയത് ഭാര്യ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസിലി, ജോൺസൺ, ഗ്രേസി, പ്രിൻസൺ എന്നിവർ മക്കളും ജോസ്, റോസ്ലി, ആൻസി, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റലായി. ഇനി മുതൽ ഫാസ്ടാഗോ UPIയോ ഉപയോഗിക്കാം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വീണ്ടും മഞ്ഞ അലർട്ട്. 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. സംഭവം കേച്ചേരി തലക്കൂട്ടുകരയിൽ. പോളിംഗ് ശതമാന വർധനയിൽ കണ്ടുനട്ട് മുന്നണികൾ. പോളിംഗ് വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. തിരഞ്ഞെടുപ്പ് ഫലത്തിനായി മെയ് 4 വരെ കാത്തിരിപ്പ്. KCCP ഗ്രാമീണ വായനശാല ബാലവേദി അവധിക്കാല ക്യാമ്പിൽ പ്രസംഗ പരിശീലനം നടത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.